Hello students, continuity and differentiability ഡിസ്കസ് ചെയ്യുന്ന രണ്ടാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഫംഗ്ഷൻ ഒരു പോയിന്റിൽ കണ്ടിന്യൂസ് ആകേണ്ട കണ്ടീഷൻസ് പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്യുന്ന കൂടുതൽ പ്രോബ്ലംസ് നമുക്ക് പഠിക്കാം. Problem number 1. Find all points of discontinuity of f where f is defined by f of x equal to 2x plus 3 if x less than or equal to 2, 2x minus 3 if x greater than 2. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടുള്ള പോയിന്റ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ചെക്ക് ദ കണ്ടിന്യൂറ്റി അറ്റ് x ഈക്വൽ ടു 2. ബാക്കി പോയിന്റ്സിലൊക്കെ കണ്ടിന്യൂസ് ആണ്. We first find left limit. Left limit equal to limit x tends to a minus f of x. That is the definition of left limit. Then here a equal to 2. But limit x tends to 2 minus f of x. Here f of x left limit in the case less than ആയിട്ടുള്ളതാണ് കൺസിഡർ ചെയ്തത്. x ലെസ് ദാൻ 2 ആണ് ലെഫ്റ്റ് ലിമിറ്റിൽ. അപ്പോൾ 2x plus 3. Then x equal to 2. Substitute in 2x plus 3 we get 2 into 2 plus 3, that is 4 plus 3 equal to 7. Next find right limit. Right limit, the definition is limit x tends to a plus f of x. Then right limit a plus, that means greater than x greater than 2 ആണ് കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നുകൂടെ പറയാ, ലെഫ്റ്റ് ലിമിറ്റിൽ എക്സ് ലെസ് ദാൻ 2 ആയിരിക്കും, റൈറ്റ് ലിമിറ്റിൽ എക്സ് ഗ്രേറ്റർ ദാൻ 2 ആയിട്ടുള്ള ഫംഗ്ഷൻ കൺസിഡർ ചെയ്യാം. എക്സ് ഗ്രേറ്റർ ദാൻ 2, then f of x equal to 2x minus 3. Substitute x equal to 2. We get 2 into 2 minus 3. That means 4 minus 3 equal to 1. We get left limit equal to 7 but right limit equal to 1. Left limit not equal to right limit. Leftum rightum limit different ആണെങ്കിൽ we can say that the limit does not exist at x equal to 2. ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആകേണ്ട ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യണം. പക്ഷെ ഇവിടെ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ എക്സ് ഈക്വൽ ടു 2 എന്ന് പറയുന്നത് ഈ ഫംഗ്ഷന്റെ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് ആണ്. Hence x equal to 2 is the point of discontinuity. അപ്പോൾ ഈ ഫംഗ്ഷന്റെ ഡിസ്കണ്ടിന്യൂറ്റി പോയിന്റ് x equal to 2 ആണ്. Consider another example. Find all points of discontinuity of f where f of x equal to x plus 1 if x greater than or equal to 1, x square plus 1 if x less than 1. നേരത്തെ അതേ ടൈപ്പ് പ്രോബ്ലം തന്നെയാണ്. We first find left limit. Left limit by definition limit x tends to a minus f of x. Left limit we consider x less than 1, that is x square plus 1. X equal to 1, hence 1 square plus 1 equal to 2. Next right limit by definition limit x tends to a plus f of x. In the case of right limit we take the function when x greater than 1, that is x plus 1. This 1 plus 1 equal to 2. Here we get left limit
equal to 2, right limit also equal to 2. Left limit equal to right limit. Leftum rightum limit equal ആണെങ്കിൽ we can say that limit x tends to 1 f of x equal to 2. ആ സെയിം വാല്യൂ ആയിരിക്കും ലിമിറ്റ് കിട്ടുക. അപ്പൊ ലിമിറ്റ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ ഓക്കെ. നെക്സ്റ്റ് ലിമിറ്റും ഫംഗ്ഷൻ വാല്യൂ ഈക്വൽ ആകണം. അതിന് വേണ്ടി ഇവിടെ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ഇവിടെയാണുള്ളത്. ഈക്വൽ ടു ആയിട്ടുള്ള ഫംഗ്ഷനിലാണ് ഫംഗ്ഷൻ വാല്യൂ കിട്ടുക. അപ്പൊ ഈക്വൽ ടു 1 ആകുമ്പോൾ എക്സ് പ്ലസ് 1 ആണ്. ഹെൻസ് എഫ് ഓഫ് 1 ഈക്വൽ ടു എക്സ് പ്ലസ് 1, എക്സ് ഈക്വൽ ടു 1 ആണല്ലോ. അപ്പൊ 1 പ്ലസ് 1 ഈക്വൽ ടു 2. അപ്പൊ ഈക്വൽ ടു ഉള്ള ഫംഗ്ഷനിൽ എക്സിന് ആ വാല്യൂ കൊടുക്കണം. 1 എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്താൽ വി ഗെറ്റ് ഫംഗ്ഷൻ വാല്യൂ. Also that value equal to 2. That means limit x tends to 1 f of x equal to f of 1. This is the definition of a continuous function. So continuous function at x equal to a condition satisfy ചെയ്യുന്നുണ്ട്. Hence this function has no discontinuity point. This f is continuous at all points. അപ്പോൾ ഏതൊരു പ്രോബ്ലം കിട്ടിയാലും നമ്മൾ ഈ രീതിയിൽ ചെക്ക് ചെയ്യുക. ലെഫ്റ്റ് ലിമിറ്റ്, റൈറ്റ് ലിമിറ്റ്. ലെഫ്റ്റും റൈറ്റും ലിമിറ്റും ഈക്വൽ അല്ലെങ്കിൽ അവിടെ തന്നെ നമുക്ക് കൺക്ലൂഡ് ചെയ്യുക കണ്ടിന്യൂസ് അല്ല എന്നുള്ളത്. ഈക്വൽ ആണെങ്കിൽ ഇൻ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ദി ഫംഗ്ഷൻ അറ്റ് ദ പോയിന്റ്. അത് രണ്ടും ഈക്വൽ ആണെങ്കിൽ the function continuous at that point ആയിരിക്കും. Next problem. Discuss the continuity of the function f given by f of x equal to modulus of x at x equal to 0. അപ്പോൾ മോഡുലസ് ഫംഗ്ഷൻ x equal to 0 കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. We know what is meant by modulus function. Modulus function is defined as f of x equal to x if x greater than or equal to 0 minus x if x less than 0. അപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു 0 ആകുമ്പോൾ എക്സ് തന്നെയാണ്, ലെസ് ദാൻ 0 ആകുമ്പോൾ മൈനസ് എക്സ് ആണ് കിട്ടുക. അപ്പൊ നമുക്ക് മോഡുലസ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0 ആണോ എന്ന് ചെക്ക് ചെയ്യാം. ഫോർ ദാറ്റ് ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ മൈനസ് എഫ് ഓഫ് എക്സ് ബൈ ഡെഫിനിഷൻ. Here a equal to 0. But limit x tends to 0 minus less than is minus x. Put x equal to 0, we get minus 0. Minus 0 equal to 0. Next right limit. Limit x tends to a plus f of x. A 0 plus f of x greater than 0. X equal to x. x equal to 0 കൊടുക്കുമ്പോൾ we get answer as 0. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ലിമിറ്റ് x tends to 0 f of x equal to 0. നെക്സ്റ്റ് ഫംഗ്ഷൻ അറ്റ് x equal to 0 എന്താ? അറ്റ് x equal to 0 ഈക്വൽ ടു 0ൽ x ആണ് വരുന്നത്. അപ്പോൾ f of 0 equal to x ആണ് f of 0. എക്സിന് 0 കൊടുക്കുമ്പോൾ വി ഗെറ്റ് എഫ് ഓഫ് 0 ഈക്വൽ ടു 0. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സും എഫ് ഓഫ് 0യും 0 ആണ്. അപ്പോൾ നമുക്ക് എന്ത് പറയാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു 0 എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് 0. ദിസ് ഈസ് ദി ഡെഫിനിഷൻ ഓഫ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. ഹെൻസ് മോഡുലസ് ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എക്സ് ഈക്വൽ ടു 0. Next problem. Discuss the continuity of the function f of x at x equal to 0 where f of x equal to modulus of x by x if x not equal to 0, 0 if x equal to 0. അപ്പോൾ ഈ ഫംഗ്ഷൻ 0 എന്ന് പറഞ്ഞ പോയിന്റിൽ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ. For that we first find out left limit.
equal to limit x tends to a minus f of x. Here x less than 0 ആകുമ്പോഴും x greater than 0 ആകുമ്പോഴും ഫംഗ്ഷൻ എന്താണ്? mod x by x ആണ്. ഈക്വൽ ടു 0 ആകുമ്പോഴാണ് 0 വരുന്നത്. അപ്പോൾ ലെസ് ദാനും ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ mod x by x. അപ്പോൾ ലിമിറ്റ് x tends to 0 minus modulus of x by x. But we know the definition of modulus function. 0 minus അപ്പോൾ നെഗറ്റീവ് വാല്യൂസ് ആണ്. നെഗറ്റീവ് വാല്യൂസിൽ mod x ഈക്വൽ ടു മൈനസ് എക്സ് ആണ്. അപ്പോൾ ലെഫ്റ്റ് ലിമിറ്റിന്റെ കേസിൽ mod x ഈക്വൽ ടു മൈനസ് എക്സ് ആണ്. അറ്റ് 0 ആണ്. അപ്പോൾ മൈനസ് എക്സ് ബൈ എക്സ്, എക്സ് ക്യാൻസൽ, വി ഗെറ്റ് -1. അപ്പൊ ലെഫ്റ്റ് ലിമിറ്റ് കിട്ടുന്നത് -1 ആണ്. അതിന്റെ റീസൺ mod x ഈക്വൽ ടു മൈനസ് എക്സ് ആയതുകൊണ്ട്. നെക്സ്റ്റ് റൈറ്റ് ലിമിറ്റ് ഡെഫിനിഷൻ. ലിമിറ്റ് x ടെൻസ് ടു a പ്ലസ് എഫ് ഓഫ് എക്സ്. ഗ്രേറ്റർ ദാനും ലെസ് ദാനും ആകുമ്പോൾ mod x by x ആണ്. ഹെൻസ് ലിമിറ്റ് x ടെൻസ് ടു 0 പ്ലസ് mod x by x. 0 പ്ലസ് 0നേക്കാളും ഗ്രേറ്റർ പോസിറ്റീവ് നമ്പേഴ്സ് ആണ്. പോസിറ്റീവ് നമ്പേഴ്സിന്റെ കേസിൽ mod x ഈക്വൽ ടു x ആണ്. അപ്പൊ x by x that is 1. ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു -1 ബട്ട് റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു 1. ലെഫ്റ്റ് ലിമിറ്റ് നോട്ട് ഈക്വൽ ടു റൈറ്റ് ലിമിറ്റ്. ലെഫ്റ്റും റൈറ്റും ലിമിറ്റ് ഈക്വൽ അല്ലെങ്കിൽ ലിമിറ്റ് ഡസ് നോട്ട് എക്സിസ്റ്റ് അറ്റ് x ഈക്വൽ ടു 0. അതുകൊണ്ട് തന്നെ x ഈക്വൽ ടു 0 is the discontinuous point of f. നെക്സ്റ്റ്, ഇനി നമ്മളിപ്പോൾ ഒരു ഫംഗ്ഷൻ കണ്ടിന്യൂസ് അറ്റ് എ പോയിന്റ് പഠിച്ചു. ഇനി ഈ റിയൽ ഫംഗ്ഷൻ ഈ സെറ്റ് ടു ബി കണ്ടിന്യൂസ്. അപ്പൊ കണ്ടിന്യൂസ് എപ്പോഴാ പറയാ? നമ്മൾ ആദ്യം തന്നെ അത് പറഞ്ഞതാണ്. എല്ലാ പോയിന്റിനും കണ്ടിന്യൂസ് ആണെങ്കിൽ the function is continuous. It is continuous at every point in the domain of f. ആ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഡൊമൈനിൽ കണ്ടിന്യൂസ് ആണെങ്കിൽ we say that the function is continuous. Suppose f is a function defined on a closed interval ab. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവൽ ab ൽ ഡിഫൈൻ ചെയ്ത ഒരു ഫംഗ്ഷൻ, then for f to be continuous, continuous ആകാനുള്ള കണ്ടീഷൻ എന്താണ്? It is continuous at every point in ab. ക്ലോസ്ഡ് ഇന്റർവൽ ab ലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആകണം, ഇൻക്ലൂഡിംഗ് ദ n പോയിന്റ്സ് a and b. a b എന്ന് പറഞ്ഞ n പോയിന്റ്സിലും ഈ ക്ലോസ്ഡ് ഇന്റർവെല്ലിലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ we can say that the function f is continuous on the closed interval ab. ഇനി ക്ലോസ്ഡ് ഇന്റർവൽ എ ബിയിൽ എയുടെ ലെഫ്റ്റ് സൈഡിൽ എന്തില്ല? ഡൊമൈനിലെ പോയിന്റ്സ് ഇല്ല. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് ലിമിറ്റ് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാൻ നോക്കാം? കണ്ടിന്യൂറ്റി ഓഫ് എഫ് അറ്റ് എ മീൻസ്, അപ്പൊ എയുടെ കേസിൽ നമുക്ക് എന്തേ കണ്ടുപിടിക്കാൻ പറ്റൂലൂ? റൈറ്റ് ലിമിറ്റ് മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റൂല. അതുകൊണ്ട് എന്ത് പറയാ? ലിമിറ്റ് എക്സ് ടെൻസ് ടു എ പ്ലസ് എഫ് ഓഫ് എക്സ് എഫ് ഓഫ് എ ഈക്വൽ ആയാൽ മതി. അപ്പൊ റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എ ആയാൽ മതി. അതേമാതിരി ബി എന്ന് പറഞ്ഞ പോയിന്റിന്റെ റൈറ്റ് സൈഡിൽ ഡൊമൈനിലെ പോയിന്റ്സ് ഇല്ല. അപ്പൊ നമുക്ക് എന്ത് കഴിയില്ല? റൈറ്റ് ലിമിറ്റ് അവിടെ കണ്ടുപിടിക്കാൻ പോയിന്റ്സ് ഇല്ല. അതുകൊണ്ട് തന്നെ എന്ത് കണ്ടുപിടിച്ചാൽ മതിയാവും? കണ്ടിന്യൂറ്റി ഓഫ് എഫ് അറ്റ് ബി മീൻസ് എന്തായിരിക്കും? ലെഫ്റ്റ് അല്ലേ? അപ്പൊ ലിമിറ്റ് എക്സ് ടെൻസ് ടു ബി മൈനസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആയാൽ മതി. അപ്പോൾ ക്ലോസ്ഡ് ഇന്റർവെലിന്റെ എൻ പോയിന്റ്സിൽ കണ്ടിന്യൂസ് ആകേണ്ട കണ്ടീഷനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ലെഫ്റ്റ് എൻ പോയിന്റ് ആണെങ്കിൽ റൈറ്റ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് എ, റൈറ്റ് സൈഡിലെ എൻ പോയിന്റ് ആണെങ്കിൽ ലെഫ്റ്റ് ലിമിറ്റ് ഈക്വൽ ടു എഫ് ഓഫ് ബി ആയാൽ മതി. അപ്പോൾ ഒരു ഫംഗ്ഷൻ ഒരു ഡൊമൈനിൽ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണെങ്കിൽ ദാറ്റ് ഫംഗ്ഷൻ ഈസ് സെറ്റ് ടു ബി കണ്ടിന്യൂസ് ഫംഗ്ഷൻ. Consider the constant function f of x equal to c. അപ്പോ നമുക്ക് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. അപ്പൊ ഹിയർ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി, സി ഈക്വൽ ടു 3 ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ ഇതാണ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 3യുടെ ഗ്രാഫ്.
അപ്പോൾ കോൺസ്റ്റന്റ് ഫംഗ്ഷന്റെ ഗ്രാഫ്. അപ്പോൾ ഫ്രം ദ ഗ്രാഫ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് കോൺസ്റ്റന്റ് ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ അല്ലെ, ഒരു ബ്രേക്കും ഇല്ല. അതുകൊണ്ട് തന്നെ കോൺസ്റ്റന്റ് ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണെന്ന് ഗ്രാഫിൽ നിന്ന് നമുക്ക് ക്ലിയർ ആണ്. നമുക്കത് പ്രൂവ് ചെയ്യാം. കൺസിഡർ ദ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഇഫ് എ ലെസ് ദാൻ 0 ഗ്രേറ്റർ ദാൻ 0 ഓർ ഈക്വൽ ടു 0 എല്ലാം നമുക്ക് ഒരുമിച്ച് പ്രൂവ് ചെയ്യാം. ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി. അപ്പോൾ ലെസ് ദാൻ 0 ആണെങ്കിലും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിലും ഈക്വൽ ടു 0 ആണെങ്കിലും എന്ത് തന്നെ വരിക, സി തന്നെയാണ് എഫ് ഓഫ് എക്സ് വരുന്നത്. ഇനി എക്സ് അപ്രോച്ചസ് ടു എ, എക്സ് അപ്രോച്ച് ചെയ്യുമ്പോൾ സിയിൽ എന്താണ് വ്യത്യാസമില്ല. എക്സ് സി എന്താണ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് ആണ്. ഫോർ ലിമിറ്റ് ഈക്വൽ ടു സി. അപ്പോൾ ലിമിറ്റ് കിട്ടുന്നത് നമുക്ക് സി ആണ്. ഇവിടെ നോക്കിയാൽ മനസ്സിലാവും. ലിമിറ്റ് എക്സ് അപ്രോച്ചസ് ടു 5 ഫ്രം ലെഫ്റ്റ് സൈഡ് ആണെങ്കിലും റൈറ്റ് സൈഡ് ആണെങ്കിലും ഒക്കെ വാല്യൂ എത്രയാണ് കിട്ടുക, ഇവിടുത്തെ 3 എന്ന് പറഞ്ഞ വാല്യൂ ആണ് കിട്ടുന്നത്. ഏത് പോയിന്റിന്റെ ലിമിറ്റ് 3 ആണ് നമുക്ക് കിട്ടുന്നത്. y വാല്യൂ 3 ആണല്ലോ. നെക്സ്റ്റ് എഫ് ഓഫ് എ. എഫ് ഓഫ് എ എന്താണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു സി ആണ്. എഫ് ഓഫ് എ ആയാലും എന്തായാലും ഏത് എക്സിന് ഏത് വാല്യൂ ആയാലും ആൻസർ എന്താണ്? സി ആണ്. ഇവിടെ 3 ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ഹെൻസ് constant function is a continuous function, continuous at a very real number. അപ്പോൾ constant function continuous ആണെന്ന് ഓർത്തു വെക്കുക. Next consider the graph of identity function. This f of x equal to x, identity function. അപ്പോൾ ഇതുവരെ നമുക്ക് ഗ്രാഫ് ഒന്ന് ക്ലിയർ ആണ്. ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈസ് എ കണ്ടിന്യൂസ് ഫംഗ്ഷൻ. അത് പ്രൂവ് ചെയ്യണമെങ്കിൽ ഐഡന്റിറ്റി ഫംഗ്ഷന്റെ കേസിൽ അങ്ങനെ എക്സ് ലെസ് ദാൻ 0 ആയാലും ഗ്രേറ്റർ ദാൻ 0 ആയാലും 0 ആയാലും എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ്. അപ്പോൾ എക്സ് അപ്രോച്ചസ് ടു എ ആവുമ്പോൾ എക്സിന് എ എന്ന് പറഞ്ഞ വാല്യൂ കൊടുക്കുമ്പോൾ ലിമിറ്റ് എന്താ കിട്ടുക? ഈക്വൽ ടു എ കിട്ടും. ദാറ്റ് മീൻസ് ലെഫ്റ്റ് ലിമിറ്റ് 1ലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ എന്താ കിട്ടുക? 1 ആണ് കിട്ടുക. റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും എന്തെന്നെ കിട്ടുക? 1 ആണ് കിട്ടുക. ഏത് പോയിന്റിലും 4 എന്ന് പറഞ്ഞ പോയിന്റിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോൾ ഇവിടെ 4 വാല്യൂ ആണ് കിട്ടുക. 4 എന്ന ആൻസർ ആണ്. റൈറ്റ് സൈഡിൽ നിന്ന് അപ്രോച്ച് ചെയ്യുമ്പോഴും 4 ആണ് കിട്ടുന്നത്. അപ്പോൾ ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എ. ഇനി എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ്. അതുകൊണ്ട് എഫ് ഓഫ് എ ഈക്വൽ ടു എ ആണ്. ഹെൻസ് ലിമിറ്റ് എക്സ് ടെൻസ് ടു എ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് എ. ദാറ്റ് ഈസ് ഐഡന്റിറ്റി ഫംഗ്ഷൻ ഈസ് കണ്ടിന്യൂസ് അറ്റ് എ വെരി റിയൽ നമ്പർ. അത് നമുക്ക് ഗ്രാഫ് ഒന്നും ക്ലിയർ ആണ്. തിയറിറ്റിക്കലി നമുക്കത് പ്രൂവ് ചെയ്യാനും കഴിയും. Next consider the graph of 1 by x. This f of x equal to 1 by x. നമുക്കറിയാം 1 by x ന്റെ ഗ്രാഫ് ഇതാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ പഠിച്ച ഗ്രാഫിൽ നിന്നും ഒരു വ്യത്യാസമുണ്ട്. ഇത് എന്താണ്? ഇത് കാണുമ്പോൾ തോന്നും കണ്ടിന്യൂസ് അല്ല എന്നുള്ളത് അല്ലേ, ബ്രേക്ക് വരുന്നുണ്ടല്ലോ. ബട്ട് 1 by x ഈസ് നോട്ട് ഡിഫൈൻഡ് അറ്റ് x ഈക്വൽ ടു 0. x ഈക്വൽ ടു 0ല് 1 by x ഡിഫൈൻഡ് അല്ല. ദാറ്റ് ഈസ് 1 by x ന്റെ ഡൊമെയിൻ വരുന്നത് r മൈനസ് സെറ്റ് 0 ആണ്. അപ്പോൾ നമുക്ക് f എന്ന് പറഞ്ഞ ഫംഗ്ഷൻ കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതിന്റെ ഡൊമെയിനിലെ എല്ലാ പോയിന്റ്സിലും കണ്ടിന്യൂസ് ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഡൊമെയിനില് അപ്പൊ ഇത് കണ്ടിന്യൂസ് അല്ലാത്ത, അതായത് ബ്രേക്ക് വരുന്നത് എവിടെയാണ്? 0 എന്ന് പറഞ്ഞ പോയിന്റിലാണ് ബ്രേക്ക് വരുന്നത്. ബാക്കി ഒരു പോയിന്റിലും എന്തില്ല, ബ്രേക്ക് വരുന്നില്ല. അപ്പോ ഈ ഗ്രാഫ് ഒന്ന് ഒരു കാര്യം ക്ലിയർ ആണ്, എഫ് ഈസ് കണ്ടിന്യൂസ് അറ്റ് ഓൾ പോയിന്റ്സ് ഇൻ ദ ഡൊമെയിൻ ഓഫ് എഫ്, ദാറ്റ് ഈസ് ആർ മൈനസ് സെറ്റ് 0 കണ്ടിന്യൂസ് ആണ്. നമുക്ക് തിയറിറ്റിക്കലി പ്രൂവ് ചെയ്യാം.
limit x tends to a f of x. Here f of x equal to 1 by x. x ന് a substitute ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 by a കിട്ടും. Then f of a equal to 1 by a. That is limit equal to 1 by a and f of a equal to 1 by a. This limit x tends to a, f of x equal to f of a. ഇതാണ് ഇതിന്റെ കണ്ടിന്യൂസിന്റെ ഡെഫിനിഷൻ ആണിത്. That is f is continuous എന്ന് മാത്രം പറഞ്ഞാൽ പോരാ, f is continuous in the domain of f. അപ്പോൾ f is a continuous function. ഗ്രാഫ് കാണുമ്പോൾ നമുക്ക് തോന്നും കണ്ടിന്യൂസ് അല്ല എന്ന്, പക്ഷേ ഡൊമെയിനിന് മാത്രം നമ്മൾ കണ്ടിന്യൂറ്റി ചെക്ക് ചെയ്താൽ മതി. അങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ 1 by x is continuous in the domain of f.